ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് കുരിശിന്റെ വഴിയിലെ ഒന്നാമത്തെ സ്ഥലം ധ്യാന വിഷയമാക്കുകയാണ്. ഈശോ മിശിഹായെ മരണത്തിനായി വിധിക്കുന്നു. എല്ലാത്തിൻ്റെയും കാരണമായ ഈശോയെ, സകലത്തിൻ്റെയും സൃഷ്ടാവിനെ, സൃഷ്ടികളായ മനുഷ്യര് വിധിക്കുന്നു. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈശോ മിശിഹ തൻ്റെ ഭാഗം ന്യായീകരിക്കാതെ നിശബ്ദനായി നിന്നുകൊണ്ട് ആ വിധി സ്വീകരിക്കുന്നു. എന്താണ് ഈശോയെ നിശബ്ദനാക്കുന്നത്? ഈശോയെ നിശബ്ദനാക്കുന്നത് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അവസാനിക്കാത്ത സ്നേഹമാണ്. സ്നേഹമാണ് ഇത്രമാത്രം ദൈവത്തെ ചെറുതാക്കുന്നത്. ഈശോയ്ക്കറിയാം ഈശോ സ്വീകരിക്കാൻ പോകുന്ന പീഡനങ്ങളും കുരിശുമരണവും ഒക്കെ പിതാവായ ദൈവത്തിൻ്റെ ഹിതമാണ്, മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് ഈശോയ്ക്കറിയാം. ഈശോ സ്വമനസാലെ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി അവ സ്വീകരിക്കുകയാണ്. ഈശോയ്ക്ക് നേരെ ആരോപിക്കപ്പെട്ട വ്യാജമായ 2 ആരോപണങ്ങളാണ്. ഒന്ന്, ഈശോ ദൈവദൂഷണം പറയുന്നു. 2, ഈശോ രാജാവാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഈശോ പഠിപ്പിച്ച കാര്യങ്ങളുടെ ആന്തരികത മനസ്സിലാക്കാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈശോയെ നശിപ്പിക്കാൻ വേണ്ടി ആരോപിക്കപ്പെട്ട കാര്യങ്ങളാണിവ. ഈശോയ്ക്കറിയാം ഈശോ സ്വീകരിക്കാൻ പോകുന്ന സഹനങ്ങളുടെ തീവ്രത. ഈശോ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും സഹിക്കാൻ പോകുന്ന സഹനങ്ങൾ എത്രമാത്രം ഭീകരമാണെന്ന് ഈശോയ്ക്കറിയാം. ആ നിമിഷത്തിൽ പോലും ഈശോ സത്യത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കുന്നില്ല. ഈശോ തൻ്റെ ഐഡന്റിറ്റി ഉയർത്തിക്കാട്ടുകയാണ്. ഈശോ അടിവരയിട്ടുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പ്രബോധനം ഉയർത്തിക്കാട്ടുകയാണ്. പ്രധാന പുരോഹിതൻ ഈശോയോട് ചോദിക്കുന്നു, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണോ? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 63, 64 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഈശോ അടിവരയിട്ടുകൊണ്ട് തൻ്റെ ദൈവത്വത്തെ ഉയർത്തിക്കാട്ടുകയാണ്. യോഹന്നാൻ 18-ാം അധ്യായം 36, 37 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പീലാത്തോസ് ഈശോയോട് ചോദിക്കുന്നുണ്ട്, നീ രാജാവാണോ? ആ വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കും ഈശോ നിലനിൽക്കുന്ന ദൈവരാജ്യത്തിൻ്റെ രാജാവാണെന്ന് അടിവരയിട്ടുകൊണ്ട് അവിടെയും പ്രഖ്യാപിക്കുകയാണ്. ക്ലേശങ്ങളുടെയും സഹനങ്ങളുടെ മുൻപിൽ പോലും ഈശോ തൻ്റെ ഐഡന്റിറ്റിയിൽ വെള്ളം ചേർക്കാനായിട്ട് തയ്യാറാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈശോയെ അനുഗമിക്കുന്ന നമ്മളും ക്ലേശങ്ങളുടെ മുൻപിലും ഈശോയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ അണുവിട വ്യതിചലിക്കാനായിട്ട് തയ്യാറാകരുത്. ഈശോയുടെ ഐഡന്റിറ്റി ഉയർത്തിക്കാട്ടാനായിട്ട് ബാധ്യസ്ഥരായ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അതിനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ക്ലേശങ്ങളുടെ നിമിഷത്തിൽ പോലും നീ നിന്റെ ഐഡന്റിറ്റി ഉയർത്തിക്കാട്ടിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ക്ലേശങ്ങളുടെ സമയത്തും നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ മായം ചേർക്കാതെ നിന്റെ ഐഡന്റിറ്റി ഉയർത്തിക്കാട്ടുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ.